സങ്കടകരമായ വാർത്തയാണ്, സങ്കടകരമായ വിവരമാണ്. ഈ ബേക്കൽ ഫെസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഈ റെയിൽവേ സ്റ്റേഷനുള്ളത്. റെയിൽവേ പാളം മുറിച്ചു കിടക്കുന്നതിനിടെയാണ് യുവാവിന് പരുക്കേറ്റത്. ഗുരുതരമായ പരുക്കുണ്ടായിരുന്നു. ശിവാനന്ദ പൊയ്നാച്ചി സ്വദേശിയാണ്, 19 വയസ്സാണ്. ഈ യുവാവിന്റെ മരണം നിലവിൽ സ്ഥിരീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിംസ് ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത് എന്നും പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ പരിപാടി സ്ഥലത്തേക്ക് എത്തിയിരുന്നു. രാത്രി 8 മണിക്ക് ശേഷം വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. നിലവിൽ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചതനുസരിച്ച് 9 മണിക്കാണ് ഈ പരിപാടിയെ ചാർട്ട് ചെയ്തിരുന്നത്. 9 മണിക്ക് 9:30 വേടൻ അവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ വേടൻ എത്തുമ്പോഴേക്കും അവിടെ ആളുകൾ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 8 മണിക്ക് തന്നെ പോലീസും അതുപോലെ തന്നെ സംഘാടകരും ഒക്കെ ഈ ആളുകളോട് സ്വയം നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആളുകളെ ഈ തിരക്ക്, അനാവശ്യമായ തിരക്ക് ഇവിടെ സൃഷ്ടിക്കരുതെന്നൊക്കെ ആളുകളോട് പറയുന്നൊരു കാര്യമൊക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. പക്ഷേ എന്നിട്ടും ആൾക്കൂട്ടം അവിടെ നിന്ന് മാറാൻ തയ്യാറായില്ല. ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തി എന്നുള്ളതാണ്. ഈ തിരക്ക് ശക്തമായതോടുകൂടി നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി. മരത്തിന് മുകളിലേക്കും അതുപോലെ തന്നെ ഈ ശബ്ദം സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ച സ്ഥലത്ത് അതിന് മുകളിലേക്കും ആ സ്റ്റാൻഡിന് മുകളിലേക്കൊക്കെ ആളുകൾ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നു. എങ്ങനെ ആ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി. അവരെ ആശുപത്രിയിൽ ഉദുമയിലെയും അതുപോലെ തന്നെ പള്ളിക്കരയിലെയും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ യുവാവിനെ ട്രെയിൻ തട്ടിയത്. യുവാവിനെയും ആംബുലൻസിൽ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും യുവാവിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ വേടന്റെ പരിപാടി അവസാനിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പോലീസും സംഘാടകരുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രയത്നം. ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുമെന്ന് ഉറപ്പായും ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ സംഘാടകർ പ്രതീക്ഷിച്ചിരുന്നില്ലേ? അപ്പോൾ വേണ്ടത്ര സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നില്ലേ അവിടെ? പ്രവിധ ഈ സ്ഥലം എന്ന് പറയുന്നത് ബേക്കൽ കോട്ടയോട് ചേർന്ന് കിടക്കുന്ന 2 ബീച്ചുകളാണ്. ആ ബീച്ചുകളിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ തന്നെ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഈ BRDC-യുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു സംഘാടനം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ സംഘാടകർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ആളുകൾ ഒഴുകിയെത്തി. വൈകിട്ട് 5 മണി മുതൽ തന്നെ അവിടെ ഈ പല സംഗീത പരിപാടികൾ ഉണ്ടായിരുന്നു. ആ പരിപാടികൾ കാണാൻ വന്ന ആളുകളൊക്കെ തന്നെ വേടനെ കാത്ത് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ആളുകൾ ഈ തിരക്ക് വർദ്ധിച്ചതോടുകൂടിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നത്. ആളുകൾ, ഈ പരിക്കേറ്റ ആളുകളെ അപ്പോൾ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നിസാരമായ പരിക്കായിരുന്നു ഉണ്ടായത്. പക്ഷേ പിന്നീടാണ് ഈ യുവാവ് ഈ റെയിൽവേ പാളം മറികടക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. അതിനിടയിലാണ് യുവാവിനെ ട്രെയിൻ തട്ടിയത്. ട്രെയിൻ തട്ടിയ യുവാവിന്റെ മരണം നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൊയ്നാച്ചി സ്വദേശിയാണ്. ശിവാനന്ദ എന്നാണ് യുവാവിന്റെ പേരെന്നും പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ പരിപാടി അവസാനിച്ചിട്ടുണ്ട്. പ്രവിധ.